പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ദൈവമക്കളെ, ഒരിക്കൽ കൂടി സനാതന സുവിശേഷത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ പൗലോസ്ലീഹായുടെ ഒരഭിവാദനത്തോടെ നമുക്ക് വീണ്ടും തുടങ്ങാം. ഞാനിത് വായിക്കുമ്പോൾ നമ്മൾ വീണ്ടും ഇത് പറയുന്നത്, നമ്മൾ ദൈവത്തോട് ചോദിക്കേണ്ടത്, അല്ലെങ്കിൽ ദൈവത്തിൽ നമുക്ക് ലഭിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങൾ എന്താണ് അല്ലേ? വചനം മുഴുവൻ നമ്മൾക്ക് പറഞ്ഞു തരുന്ന ഇതാണ്. തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 2-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം 1 എന്നുള്ള വചനം ശ്രദ്ധയോടെ നമുക്കൊന്ന് കേൾക്കാം. യേശു ക്രിസ്തുവിനോടുള്ള ഐക്യം വഴി ലഭിക്കുന്ന ജീവനെ സംബന്ധിക്കുന്ന വാഗ്ദാനമനുസരിച്ച് ദൈവഹിതത്താൽ യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായ പൗലോസ് ശ്രേഷ്ഠപുത്രനായ തിമോത്തിയോസിന് പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും കൃപയും കാരുണ്യവും സമാധാനം. ഈ കാലഘട്ടത്തിൽ നമ്മൾ കൃപയിൽ വളരുന്നുണ്ടോ? ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ വളരുന്നുണ്ടോ? ദൈവിക സമാധാനത്തിൽ വളരുന്നുണ്ടോ? ഇത് മൂന്നും ദൈവത്തിൻ്റെ സ്വഭാവം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദൈവികമായ മാനമെന്ന് പറയും. അപ്പം ദൈവത്തെ തന്നെയാണ് തമ്പുരാൻ നമുക്ക് യേശു ക്രിസ്തുവിൽ നമുക്ക് നൽകുന്നത് ഇത് തന്നെയാണ്. അപ്പം നമ്മൾ ഈ കാര്യങ്ങളിലാണ് നമ്മൾ വളരേണ്ടത്. പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിൽ, നമ്മുടെ ചുറ്റുപാട്, നമ്മൾ അന്ത്യാവസാന കാലഘട്ടങ്ങളിൽ ഒരുങ്ങുമ്പോൾ നമ്മൾ നല്ലൊരു ഒരുക്കത്തിലായിരിക്കും. അപ്പം അവിടെയാണ് ഈ സനാതന സുവിശേഷത്തിൻ്റെയൊക്കെ പ്രാധാന്യം. ഇന്നും സൃഷ്ടപ്രപഞ്ചം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വലിയ മയക്കമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, വലിയ ആകർഷണത്തോടെ നിൽക്കുകയാണ്. അപ്പോൾ ആദ്യ പാപത്തിൻ്റെ ആ പഴം ഇന്നും നമ്മളെ വളരെയധികം അട്രാക്റ്റ് ചെയ്യുന്നു. അതിനെ ദ്രവ്യാസക്തി അല്ലെങ്കിൽ അഹങ്കാരം എന്ന് അടിസ്ഥാനപരമായി വിശുദ്ധ എഫ്രൈം നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പം ഇവിടെയാണ് നമ്മൾ എന്താണ് ദൈവത്തിൽ നമ്മൾ ചോദിക്കേണ്ടത്. ഈ ധനം നൽകുന്ന സുഖസന്തോഷങ്ങൾ നേടുവാൻ വേണ്ടി ഇനിയും പ്രാർത്ഥനയായിട്ട് നടക്കരുത്. അത് നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കും, മനുഷ്യൻ്റെ തകർച്ചയ്ക്കത് കാരണമാകും. ഇന്ന് ലോകം വലിയ തകർച്ചയിലൂടെ കടന്നു പോവാം. കുടുംബങ്ങൾ തകർച്ചയിലൂടെ കടന്നു പോവാം, ദാമ്പത്യ ബന്ധങ്ങൾ തകർച്ചയിലൂടെ കടന്നു പോവാം, ആരോഗ്യം എല്ലാം തകർന്നു പോകും. കാരണം ഇതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ, നമ്മൾ ദൈവത്തിൽ എന്തിനാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? അതിന് ഘടകവിപരീതമായ കാര്യങ്ങളിലാണ് നമ്മളിന്ന് വിശ്വാസം അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കൊരിക്കൽ കൂടി പ്രാർത്ഥിക്കാം, ദൈവത്തിൽ നിന്ന് കൃപയും സമാധാനവും കാരുണ്യവും സമൃദ്ധമായി നമുക്കുണ്ടാകട്ടെ. കരുണ എന്ന് പറയുന്നതാണ് ഇന്ന് ഈ ലോകത്തിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ ദുരിതങ്ങൾക്കും ദൈവം നൽകുന്ന സൊല്യൂഷനാണ്. പാപത്തിൻ്റെ പരിണിത ഫലത്തിന് സ്വർഗം നൽകുന്ന ഉത്തരമാണ് കരുണ. കാരണം നമ്മുടെ പാപത്തിൻ്റെ ഫലമായി, നമ്മുടെ അബദ്ധത്തിൻ്റെ ഫലമായി, നമ്മുടെ ജീവിതത്തിൻ്റെ വീഴ്ചകളുടെ ഫലമായി, നമ്മുടെ തെറ്റായ തിരഞ്ഞെടുപ്പുകളുടെ ഫലമായി നമ്മളിൽ വന്നു ചേർന്നിരിക്കുന്ന എല്ലാ ദുരിതങ്ങളിൽ നിന്നും നമ്മളെ വിമോചിപ്പിക്കാൻ കഴിവുള്ളതാണ് ഈ കരുണ. അതാണ് ദൈവത്തിൻ്റെ സ്നേഹം. അപ്പോൾ ഈ കരുണയുള്ള സ്നേഹം നമുക്ക് എപ്പോഴും പ്രത്യാശ തരുന്നൊരു ഘടകമാണ്. യേശുവിൻ്റെ ഉത്ഥാനം അല്ലെ, നമ്മുടെയൊക്കെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്ന യേശുവിൻ്റെ ഉയർപ്പാണ്. അപ്പോൾ എന്തിനാണ് നമ്മൾ വിശ്വസിക്കുന്നത്? ഇത്ര നമ്മളെ ജീവനതുല്യം സ്നേഹിക്കുന്ന ആ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, ആ കരുണ, ഈ കരുണയെ പ്രഘോഷിക്കുക. ഇതാണ് സഭയുടെ എക്സിസ്റ്റൻസിൻ്റെ, അസ്തിത്വത്തിൻ്റെ ഏക കാരണം. ഈ കാരുണ്യത്തെ പ്രഘോഷിക്കുക. അപ്പം ഇന്ന് നമ്മളിങ്ങനെ പല രീതിയിൽ സഭയും നമ്മുടെ ക്രിസ്ത്യാനികളൊന്ന് ജീർണിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം, നമ്മൾ ഈ കാരുണ്യത്തെ പ്രഘോഷിക്കുന്നില്ല, ഈ കരുണയെ നമ്മൾ വെളിപ്പെടുത്തുന്നില്ല. യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നപ്പോൾ ഈ പിതാവിൻ്റെ കാരുണ്യത്തെ പ്രകീർത്തിച്ചും പ്രഘോഷിച്ചും തൻ്റെ ജീവിതവും തൻ്റെ പ്രബോധനങ്ങളും വഴി, തൻ്റെ പ്രവൃത്തികൾ വഴി ഈ കാരുണ്യത്തിന് സാക്ഷ്യം നൽകുകയാണ്. ഇന്ന് ഈ കാരുണ്യത്തിന് സാക്ഷ്യം നൽകാൻ നമുക്ക് സാധിക്കാതെ പോകുന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ പ്രശ്നം. ഇന്ന് സഭയായാലും നമ്മളുടെ സഭയിലെ നമ്മുടെ ഓരോരുത്തരുടെ വിളികളും തെരഞ്ഞെടുപ്പുകളെല്ലാം ഇന്ന് പല രീതിയിൽ വെല്ലുവിളികൾ നേരിടുകയാണ്, പ്രതിസന്ധികൾ നേരിടുകയാണ്, പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണ്. അത് സന്യാസ ജീവിതമായാലും പൗരോഹിത്യമായാലും കുടുംബജീവിതമായാലും എല്ലാവരും വലിയ പ്രതിസന്ധി കടന്നു. അതിൻ്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത്
ഈ കാരുണ്യത്തെ നമ്മൾ പ്രഘോഷിക്കുന്നില്ല. ഈ കരുണയെ പ്രഘോഷിക്കുക നമ്മുടെ ഓരോ കത്തോലിക്കൻ്റെയും, ഓരോ ക്രിസ്ത്യാനിയുടെ, ഓരോ മാമോദീസ സ്വീകരിച്ച ക്രൈസ്തവൻ്റെയും ഉത്തരവാദിത്തമാണ്. അപ്പൊ ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിന്ന് നമ്മൾ ഇന്ന് എന്തൊക്കെയോ നേടാൻ വേണ്ടി ഇങ്ങനെ ഓടി നടക്കുകയാണ്. ഇവിടെയാണ് ഒരു അടിസ്ഥാന പാളിച്ച പറ്റുന്നത്. അപ്പൊ അവിടെയാണ് നമ്മൾ ഈ കരുണ നമ്മൾ പ്രഘോഷിക്കുന്നവർക്കാണ് ഈ കരുണ ലഭിക്കുക. ഈ കൃപയും ഈ സമാധാനവും നമ്മളിങ്ങനെ വെറുതെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ കിട്ടുന്നൊരു കാര്യമല്ല. നമ്മുടെ വിളിയാണ് ഈ ക്രിസ്തുവിൽ നമുക്ക് വെളിപ്പെട്ട ഈ കൃപ, സമാധാനം, കാരുണ്യം നമ്മൾ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കണം. നമ്മളിതിനെ പ്രഘോഷിക്കണം. നമ്മൾ നമ്മുടെ പ്രവർത്തികൾ വഴി, വാക്കുകൾ വഴി ഇത് ഈ ഭൂമിയിൽ മറ്റുള്ളവർക്ക് ഇത് അനുഭവവേദ്യമാക്കും. അപ്പോഴാണ് നമ്മൾ ഈ കൃപയിലും സമാധാനത്തിലും കാരുണ്യത്തിലും വളരുക. പൗലോസ് അപ്പോസ്തലനായാലും പത്രോസായാലും എല്ലാ ശ്ലീഹന്മാരും അവർ ഇതിനെ വാഗ്ദാനം ചെയ്യുമ്പോൾ അവർ ആ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് ആ അനുഭവത്തിലാണ് അവരിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പലപ്പോഴും നമ്മുടെ പല സുവിശേഷ വേലകളിൽ ക്രിസ്ത്യാനികളിൽ ഈ കൃപ ഒഴുകുന്നില്ല. ഈശോ നമുക്കൊരു വാഗ്ദാനം പറഞ്ഞിട്ടുണ്ട്, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. ഈ അരുവി ഒഴുകുന്നില്ല. ഈ അരുവി എന്ന് പറയുന്നത് ഇതാണ്, കൃപയും കരുണയും സമാധാനവും എല്ലാം നമ്മളിന്ന് നമ്മളായിരിക്കുന്ന സമൂഹത്തിലേക്ക് ഒഴുകേണ്ടതാണ്. ഇത് ഒഴുകാത്തതിൻ്റെ ഒരു കാരണം നമ്മളും ഇന്ന് ഈ ആദ്യ പാപത്തിൻ്റെ ആ അവസ്ഥയിൽ തന്നെ നിൽക്കുകയാണ്. നമ്മൾ ദൈവോന്മുഖരായി ജീവിക്കേണ്ട നമ്മൾ ഇന്ന് സ്വയോന്മുഖരായി പോയി. അങ്ങനെ നമ്മളുടെ സുഖ സന്തോഷങ്ങൾക്ക് വേണ്ടി ദൈവത്തെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന ആത്മീയ കർമ്മങ്ങൾക്ക് ആത്മീയത എന്ന് പറയില്ല. ഓക്കെ, നമ്മളിന്ന് കുറേ ആത്മീയ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരാണ്, ഈ ലോകത്തിലെ മനുഷ്യരെ പോലെ, മറ്റു മതത്തിലുള്ളവരെ പോലെ. അപ്പൊ ഇങ്ങനെ കുറേ ആത്മീയ കർമ്മം, എന്തിനാ ആത്മീയ കർമ്മങ്ങൾ എടുക്കുന്നത്? ദൈവത്തെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ സുഖസന്തോഷങ്ങൾ, നമ്മുടെ ശരീരത്തിൻ്റെ മനസ്സിൻ്റെ സുഖസംതൃപ്തിക്ക് വേണ്ടി നമ്മൾ ദൈവത്തെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന ആത്മീയ കർമ്മങ്ങൾക്ക് ആത്മീയത എന്ന് പറയില്ല. അപ്പൊ അവിടെയാണ് അത് അങ്ങനത്തെ ആത്മീയത അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു ജീവിതം നമ്മുടെ അസ്തിത്വത്തെ തന്നെ നശിപ്പിക്കും, നമ്മുടെ ജീവിതത്തെ തന്നെ തകർക്കുന്നതാണ്. അതാണ് ഇന്ന് ഈ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നത്. സഭയിലായാലും നമ്മുടെ കുടുംബങ്ങളിലായാലും ഈ ലോകത്തിലായാലും എല്ലാവരും ഇങ്ങനെ സ്വന്തം ഇഷ്ടം, സ്വന്തം സുഖത്തിന് വേണ്ടി, സ്വന്തം താല്പര്യങ്ങൾ, സ്വന്തം കാഴ്ചപ്പാടനുസരിച്ച് നമ്മൾ എല്ലാത്തിനെയും കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇതാണ് ആദ്യ പാപത്തിൻ്റെ ഫലം. അതുകൊണ്ട് ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് നമ്മളെ വിമോചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തുവിൽ നമുക്ക് ആ രക്ഷ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ കൃപയും സമാധാനത്തിലും കാരുണ്യത്തിലും നമ്മൾ ഉത്തരോത്തരം വളരണം. അത് വളരുന്നതിൻ്റെ ഏക മാനദണ്ഡം നമ്മൾ എത്രമാത്രം ഇത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നുണ്ട്, ഇതിനുവേണ്ടി നമ്മൾ എത്രമാത്രം പരിശ്രമിക്കുന്നുണ്ട്, ഈ സത്യത്തെ നമ്മൾ എത്രമാത്രം പ്രഘോഷിക്കുന്നുണ്ട്. ഈ 3 അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ വളർച്ച നമ്മളിൽ ഉണ്ടാകണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ലക്ഷ്യം ഇതായിരിക്കണം. ഈ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ കഠിനാധ്വാനം ചെയ്യേണ്ടവരാണ്. ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ബാക്കിയെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. നമ്മുടെ ജീവിതം അതിമനോഹരം, അതിസ്വാഭാവികമായൊരു തലത്തിലേക്ക് നമ്മൾ ഉയർത്തണം. വേറെ അർത്ഥത്തിൽ പറഞ്ഞാൽ ഈ 3 കാര്യങ്ങളുടെ അഭാവമാണ് ഇന്ന് മനുഷ്യകുലം അനുഭവിക്കുന്ന എല്ലാ ദുരിതങ്ങളുടെയും അടിസ്ഥാന പ്രശ്നം. നമ്മൾ ഈ ലോകത്തിൽ ദൈവം പറയുന്ന പോലെ ജീവിക്കുവാനും ആ അതിസ്വാഭാവികമായ വലിയ കാര്യങ്ങൾ ഈ ലോകത്ത് ചെയ്യുവാനും നമുക്ക് സാധിക്കാത്ത നമുക്ക് ദൈവത്തിൻ്റെ കൃപയില്ലാത്തത് കൊണ്ടാണ്. ദ ലാക്ക് ഓഫ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. 2, ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന വ്യഥകൾ, ദുഃഖങ്ങൾ, സങ്കടങ്ങൾ, അല്ലെങ്കിൽ നമ്മളുടെ ഭയങ്ങൾ, ആകുലതകൾ, ഇതെല്ലാം എന്തുകൊണ്ട്? ദൈവത്തിന് സമാധാനമില്ലാത്തത് കൊണ്ടാണ്. 3, നമ്മൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ, വേദനകൾ, ദുഃഖങ്ങൾ, രോഗങ്ങൾ, പീഡകൾ, കടങ്ങൾ, ബാധ്യത, ഇതിൻ്റെ പറയുന്ന കാരണം ഇതെല്ലാം നമ്മളെ വിമോചിപ്പിക്കാനുള്ള ആ കരുണ, അല്ലെങ്കിൽ ഇതെല്ലാം നീക്കുന്നതാണ് ദൈവത്തിന്. ഇതാണ് നമ്മൾ യേശുവിൽ നമ്മൾ കാണുന്നത്. ഈ കരുണ 3-ാം ദിവസം കല്ലറയിൽ തല്ലി തകർക്കപ്പെട്ട യേശുവിൻ്റെ ശരീരത്തെ ഉയർപ്പിച്ചുകൊണ്ട് ദൈവം പറയുകയാണ്, യേശു ക്രിസ്തുവിൽ മാനകുലത്തിൽ മുഴുവനോടും ഉള്ള സ്നേഹം ദൈവം പ്രകടിപ്പിക്കുകയാണ് യേശുവിനെ ഉയർപ്പിച്ചുകൊണ്ട്. അതുകൊണ്ട് നമ്മളായിരിക്കുന്ന ഏത് അവസ്ഥയിലും ഈ നിമിഷങ്ങളിൽ, ഈ ദിവസങ്ങളിൽ നമുക്കും വിടുതലുണ്ട്, ഉയർച്ചയുണ്ട്. ഓക്കെ, നമ്മൾ യേശുവിൽ എത്തിച്ചേരണം. പൗലോസ്ലീഹ ഈ കൃപയും സമാധാനവും കാരുണ്യം വാഗ്ദാനം ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് ലഭിക്കുന്നതെന്ന് ആദ്യത്തെ വചനത്തിൽ പറയുന്നുണ്ട്. യേശു ക്രിസ്തുവിനോടുള്ള ഐക്യം വഴി ലഭിക്കുന്ന ജീവനെ സംബന്ധിക്കുന്ന വാഗ്ദാനമനുസരിച്ച്. അപ്പോൾ യേശു ക്രിസ്തുവുമായിട്ടുള്ള ഈ ഐക്യത്തിലാണ്. കാരണം ഈ കരുണ, സ്നേഹം, സമാധാനം അല്ലെങ്കിൽ രക്ഷ എന്ന് പറയുന്നത് ഒരു വ്യക്തി
വ്യക്തിയാണ്. അതൊരു വ്യക്തിയാണ്. ആ വ്യക്തിയിലാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ ആ വ്യക്തിയുമായിട്ടുള്ള ഐക്യത്തിലാണ് നമുക്ക് ഈ കരുണയും സമാധാനവും ഈ കൃപയും നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ പൗലോസ് വളരെ കൃത്യമാണ് യേശുക്രിസ്തുവിലുള്ള ഐക്യം വഴി ലഭിക്കുന്ന ജീവനെ സംബന്ധിക്കുന്ന വാഗ്ദാനം. അപ്പൊ ഞാൻ വന്നിരിക്കുന്ന നിങ്ങൾ ജീവൻ ഉണ്ടാകുവാൻ സമൃദ്ധമായി ഈ ദൈവീക ജീവനുള്ള ഭാഗഭാഗിത്വം. അപ്പൊ യേശുക്രിസ്തുവിനോടുള്ള ഐക്യം വഴി നമ്മൾ യേശുവിലായിത്തീരുക നമ്മുടെ ജീവിതത്തിന്റെ ഏക ലക്ഷ്യമെന്നാണ്. വളരെ കൃത്യമായിരിക്കണം. അല്ലാതെ ഇന്ന് ലോകം നമ്മളോട് പറയുന്നത് പോലെ ഇറ്റ് ഈസ് നോട്ട് നിന്റെ കാര്യക്ഷമതയല്ല, നിന്റെ പ്രൊഡക്ടിവിറ്റി അല്ല, നിന്റെ എഫിഷ്യൻസി അല്ല, നീ വാങ്ങിക്കൂട്ടുന്ന സമ്പത്തോ നിന്റെ സൗഭാഗ്യങ്ങളോ ഈ ലോകത്തിൽ നീ സമ്പാദിക്കുന്ന നീ ആർജിച്ചെടുക്കുന്ന സ്ഥാനമാനങ്ങളൊന്നുമല്ല നിനക്ക് ഈ കരുണയും സമാധാനവും കൃപയും നിനക്ക് അനുഭവവേദ്യമാണ്. അത് യേശു ക്രിസ്തുവിനോടുള്ള ഐക്യമാണ്. അപ്പം ആദ്യ പാപത്തെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു. എന്താണ് ആദ്യ പാപം? ആദ്യ പാപത്തിന്റെ ഫലമായിട്ട് സൃഷ്ടിയിൽ സൗഭാഗ്യം തേടാൻ മനുഷ്യൻ വ്യഗ്രതയുള്ളവനായി. ആ പഴം റെപ്രസെന്റ് ചെയ്താണ് ദൈവത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവൻ, ദൈവോന്മുഖനായി സൃഷ്ടിക്കപ്പെട്ടവൻ, ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ സൃഷ്ടിക്കപ്പെട്ടവൻ, അവൻ പ്രകൃതിയിലേക്ക് തിരിയാണ്. അപ്പഴം ദ്രവ്യാസക്തി എന്ന് നമ്മൾ പറഞ്ഞത് അതിനാണ്. അപ്പോൾ സൃഷ്ട വസ്തുക്കൾ നമ്മളെ സൗഭാഗ്യവാന്മാരാക്കും. അത് ആർജിച്ചെടുക്കുന്നത് വഴിയും അത് നേടുന്നത് വഴിയും അതിൻ്റെ പൊസിഷൻ സ്ഥാനമാനങ്ങൾ ആർജിക്കുന്നത് വഴിയാണ് നമ്മുടെ ജീവിതം ധന്യമാകുന്നത്, സന്തോഷപ്രദമാകുന്നൊരു തെറ്റായ കാഴ്ചപ്പാട് വരും. നമ്മൾ മനസ്സിലാക്കണം അതാണ് ആദ്യ പാപത്തിന്റെ ഫലമായിട്ട്. അപ്പൊ ഇന്നും നമ്മുടെ മുമ്പിൽ ഈ കാലഘട്ടത്തിലുള്ള വലിയൊരു വെല്ലുവിളിയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ക്രിസ്തുവിലായിത്തീരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം വെറുതെ കുറെ പ്രാർത്ഥിക്കുക, കുറെ പള്ളിയിൽ പോവുക, കുർബാന സ്വീകരിക്കുക എന്നുള്ളല്ല. ക്രിസ്തുവിലായിരിക്കുക എന്ന് പറഞ്ഞാൽ ബലിയായിത്തീരുക എന്നുള്ളത്. ഈ നമ്മൾ ക്രിസ്തു നമുക്ക് കാണിച്ചു തരാം. അവൻ ദൈവത്തിലായിത്തീരുന്ന അവനുള്ളതെല്ലാം അവൻ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുകയാണ്. അപ്പം ഈ പങ്കുവെക്കൽ വഴിയാണ് നമ്മൾ ക്രിസ്തുവിൽ ആയിത്തീരുന്നത്. അല്ലാതെ നമുക്കായിത്തീരാൻ സാധിക്കത്തില്ല. അതിൻ്റെ പേരാണ് സ്നേഹം. പ്രിയമുള്ളവരെ, ലോകത്തിലെ ഒരു മതത്തിലും ഒരു വേദപുസ്തകത്തിലും ദൈവത്തിന് ഡെഫിനിഷൻ ഇല്ല. ദൈവം ആരാണെന്ന് ഡിഫൈൻ ചെയ്യുന്നത് ഈ പുസ്തകമാണ്, വിശുദ്ധ ബൈബിളാണ്. അവിടെ പറയുന്നൊരു കാര്യമാണ് ഗോഡ് ഈസ് ലവ്. ദൈവം സ്നേഹമാണ്. ഈ ഒരു സത്യത്തെ നമ്മൾ വളരെ ക്ലിയറായിട്ട് മനസ്സിലാക്കണം. ദൈവം എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ അസ്തിത്വം എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ സാരാംശം എന്ന് പറയുന്നത് സ്നേഹമാണ്. ദൈവം സ്നേഹമായിരിക്കും, ദൈവം സ്നേഹത്തെ പോലെ ആയിരിക്കും, അല്ല സ്നേഹിക്കുന്നവനാണ് എന്നുള്ളതല്ല. ദൈവം സ്നേഹമാണ്. അപ്പം നമ്മള് ഈ ക്രിസ്തു എന്ന് പറയുന്നത് സ്നേഹമാണ്, ദൈവത്തിന്റെ സ്നേഹമാണ്, കരുണയുടെ ദൈവത്തിന്റെ കാരുണ്യം ഭൂമിയിൽ പ്രകടമാകുന്നതാണ് ഈ ക്രിസ്തു എന്ന് പറയുന്നത്. അപ്പൊ ഈ ക്രിസ്തുവിലായിരിക്കുക എന്ന് പറയുന്നതിന്റെ മറ്റൊരു അർത്ഥമാണ് നമ്മൾ സ്നേഹത്തിൽ ആയിത്തീരുക. അപ്പൊ ഈ സ്നേഹത്തിലായിത്തീരുക അതിനെയാണ് നമ്മൾ വിശുദ്ധി എന്നൊക്കെ പറയുന്നത്, വിശുദ്ധിയുടെ പൂർണ്ണത എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്നേഹപൂർണ്ണതയാണ് വിശുദ്ധിയുടെ പൂർണ്ണത എന്ന്. അപ്പൊ ഇതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. അപ്പൊ ആ ലക്ഷ്യത്തിൽ എത്തുന്നത് എങ്ങനെയാണ്? സ്നേഹം എന്താണെന്നുള്ളത് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അത് കുരിശിലാണ് നമ്മൾ കാണുന്നത്, യേശുവിലാണ് നമ്മൾ സ്നേഹം മനസ്സിലാക്കുന്നത്. യോഹന്നാൻ 3:16 നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവം ലോകത്തെ നമ്മളെ എത്രമാത്രം സ്നേഹിച്ചു, എത്രമാത്രമാണ് തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം സ്വയം ആത്മദാനമായി നൽകുന്നതിൻ്റെ പേരാണ് സ്നേഹമെന്നത്. അങ്ങനെ നമുക്കുള്ളത് നമ്മുടെ സഹോദരങ്ങൾക്കായിട്ട്, നമ്മുടെ അപരന് വേണ്ടി നമ്മളിങ്ങനെ നൽകപ്പെടുന്ന ആ ഒരു ബലിയാണ്, ബലിയായി തീരുകയാണ്. ഇങ്ങനെ നൽകുന്നത് വഴിയാണ് നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കുന്നത്. അങ്ങനെ നമ്മൾ സ്നേഹിച്ച വഴിയാണ് നമ്മൾ സ്നേഹമായി തീരുന്നത്. ഇതിൻ്റെ ഘടക വിപരീതമാണ് അപ്പഴം. അപ്പം നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് വഴി, പരിത്യജിക്കുന്നത് വഴി, അപരന് വേണ്ടി നമ്മൾ ഇല്ലാതായി തീരുന്നത് വഴിയാണ് നമ്മൾ ഈ സ്നേഹത്തിൻ്റെ പൂർണ്ണത പ്രാപിക്കുന്നത്. അപ്പൊ ഇതിന്റെ പകരമായിട്ട് സാത്താൻ ആദ്യ മനുഷ്യനോട് പറയുകയാണ്, നീ സൃഷ്ടപ്രപഞ്ചത്തിലുള്ളതെല്ലാം വാരിയെടുക്കുന്ന വഴി, സമ്പാദിക്കുന്ന വഴി, നീ നേടുന്നത് വഴിയാണ് നിന്റെ ജീവിതം ഈ ദൈവത്തെ പോലെ ആകുക, അല്ലെ? ദൈവത്തെ പോലെ ആവുക എന്നുള്ളതായിരുന്നു ആദ്യ പാപം. ആ പാപത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഇന്നും മനുഷ്യൻ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ ദുരിത ദുഃഖത്തിൻ്റെയും അടിസ്ഥാന കാരണങ്ങളിൽ ഈ പാപ അവസ്ഥ കിടക്കുകയാണ്. അപ്പൊ ഇവിടെയാണ് നമ്മൾ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇതിന്റെ നേരെ ഓപ്പോസിറ്റാണ്. അപ്പൊ നമ്മളോട് ലോകം എന്ന് പറയുകയാണ്, നീ എന്തെല്ലാം നേടുന്നു, നീ എന്തിനാണ് ജീവിക്കുന്നത്, എന്തിനാണ് നീ കുറെ സമ്പാദിക്കുക, നീ കുറെ വീട് വാങ്ങുക, കാര്യങ്ങൾ വാങ്ങുക,
ഇങ്ങനെ നമ്മൾ എന്തൊക്കെയോ വാങ്ങാനും 3, 4 തലമുറയ്ക്കുള്ള കാര്യങ്ങൾ സമ്പാദിച്ച് വെക്കുന്നത് വഴി നമ്മുടെ ജീവിതമൊക്കെ ധന്യമാകുന്നൊരു മിഥ്യാധാരണയിലാണ്. അപ്പൊ നമ്മൾ സമ്പാദിക്കുന്ന വഴി, നേടുന്നത് വഴി, ആർജിക്കുന്നത് വഴിയല്ല നമ്മുടെ ജീവിതം ധന്യമാകുന്നത്. നമ്മൾ മറ്റുള്ളതിന് വേണ്ടി നമുക്കുള്ളത് പങ്കുവെക്കുകയും നഷ്ടപ്പെടുത്തുകയും ജീവിക്കുന്നിടത്താണ് ഈ സ്നേഹം ആരംഭിക്കുന്നത്. നമ്മുടെ സഹോദരങ്ങളുടെ അത്യാവശ്യത്തിൻ്റെ മുൻപിൽ നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ നിരാകരിക്കുന്നിടത്ത് അവിടെയാണ് സ്നേഹം ആരംഭിക്കുക. ഓക്കെ, നമ്മുടെ സഹോദരങ്ങളുടെ അത്യാവശ്യത്തിൻ്റെ മുൻപിൽ നമ്മുടെ ആവശ്യങ്ങൾ വേണ്ടാന്ന് വെക്കുന്നിടത്താണ് സ്നേഹം ആരംഭിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ളൊരു സ്നേഹത്തിൽ നമ്മൾ വളരണം. അങ്ങനെയാണ് നമ്മൾ ക്രിസ്തുവിനോട് ഐക്യപ്പെടുന്നത്. അപ്പൊ ഇങ്ങനെ ഐക്യപ്പെടുകയാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. എന്നാൽ ഇന്നത്തെ ഒരു ലോകം നമ്മളെ പഠിപ്പിക്കുകയാണ് ഇതിന്റെ ഘടക വിപരീതമാണ്. കാരണം എന്താണ്? നീ എന്തെങ്കിലുമൊക്കെ ആയിത്തീരണം, നീ ആർജിക്കണം, നിന്റെ കാര്യക്ഷമത, നീ എത്ര മാർക്ക് നേടി, നിനക്ക് എത്ര സമ്പത്തുണ്ട്, നിനക്ക് എത്ര വീടുണ്ട്, നിനക്ക് എത്ര കാറുണ്ട്, നിനക്ക് എത്ര എസ്റ്റേറ്റ് ഉണ്ട്, നീ ഏത് കമ്പനിയിൽ ജോലി ചെയ്യുന്നു, നീ ഏത് സ്കൂളിൽ പഠിക്കുന്നു, ഇങ്ങനെ പോവുകയാണ്. അപ്പൊ ഇത് നമ്മുടെ വിളിയുടെയും നമ്മുടെ നിലനിൽപ്പിന്റെയും ഘടക വിപരീതമാണ്. ഇതിനെയാണ് നമ്മൾ ഏദൻ തോട്ടത്തിലെ പഴം എന്ന് പറയുന്നത്. അപ്പൊ ഈ പഴം മുമ്പ് ഏത് കാലഘട്ടത്തേക്കാൾ വളരെ ശക്തമായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. ഇതാണ് പിശാച് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് മനുഷ്യൻ ഓടുകയാണ് സമ്പത്തിന്റെ പുറകെയാണ്. സമ്പത്ത് തരുന്ന സുഖ സൗകര്യങ്ങൾ, സമ്പത്ത് തരുന്ന അധികാരത്തിന്റെ പുറകെ, സമ്പത്ത് തരുന്ന സ്ഥാനമാനങ്ങളുടെ പുറകെ, സമ്പത്ത് തരുന്ന പ്രശസ്തിയുടെ പുറകെ. അപ്പൊ ഇങ്ങനെ ഇതെല്ലാം സമ്പത്തിന്റെ വിവിധ മാനദണ്ഡങ്ങളാണ്. ഇങ്ങനെ ഇതെല്ലാം പ്രശസ്തി, അധികാരം, സ്ഥാനമാനങ്ങള്, സമ്പത്ത് തരുന്ന സുഖ സൗകര്യങ്ങള്, ഇതെല്ലാം ആർജിക്കുന്നത് വഴിയാണ് നിന്റെ ജീവിതം ധന്യമാകുന്നതെന്ന് ലോകം നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഇങ്ങനൊരു ലോകം നമ്മുടെ മുമ്പിൽ വളരെ ശക്തമായിട്ട് ഇത് പഠിപ്പിക്കുകയും ഇതിനുവേണ്ടി അധ്വാനിച്ചോടുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇങ്ങനെയുള്ളൊരു ലോകത്തില് യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക എന്ന് പറഞ്ഞാൽ, ഇതിനെ ഘടക വിപരീതമായ ഒരു ജീവിതം നയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഒരു വിഡ്ഢിയാവുക എന്നാണ് അർത്ഥം. ഇങ്ങനെ വിഡ്ഢിയാകാൻ നിനക്ക് എന്ത് വേണം? വിശ്വാസം. ഇതിനാണ് നമുക്ക് വിശ്വാസം. അല്ലാതെ ഈ ലോകം ഓടുന്ന കാര്യങ്ങൾ എനിക്ക് എൻ്റെ സ്വാഭാവിക കഴിവും ബുദ്ധിയും വെച്ച് എനിക്ക് നേടാൻ പറ്റുന്നില്ല. എന്നാ പിന്നെ മക്കളെ ഇങ്ങോട്ട് വാ, നിങ്ങൾ യേശു ക്രിസ്തുവിൽ ഈ നിനക്ക് നേടാൻ പറ്റാത്ത കാര്യങ്ങൾ, നിനക്ക് മാർക്ക് കിട്ടുന്നില്ല, നിനക്ക് ജോലി കിട്ടുന്നില്ല, നിനക്ക് കല്യാണം നടക്കുന്നില്ല, നിനക്ക് വീട് പണി നടക്കുന്നില്ല, നിന്റെ ലോൺ പാസ്സാകുന്നില്ല, നിനക്ക് വിസ കിട്ടുന്നില്ല, അതുകൊണ്ട് ഇങ്ങോട്ട് വരിക, ഞങ്ങള് യേശു ക്രിസ്തുവിൽ ഇത് നീ കുറെ പ്രാർത്ഥിക്കുക, കുറെ ഈ കാര്യങ്ങൾ ചെയ്യുക, അത് ചെയ്യുമ്പോൾ കുറെ പ്രാർത്ഥന, കുറെ പരിപാടി ചെയ്ത് കഴിയുമ്പോൾ നിനക്ക് ഈ സാധനങ്ങൾ ലഭിക്കും. എന്തൊരു വിഡ്ഢിത്തരം! ഈ വിഡ്ഢിത്തരമാണ് നമ്മൾ ഇന്നും പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മളുടെ സഭയുടെ, ക്രൈസ്ത്യാനിയുടെ അടിത്തറ ഇളക്കുന്ന സുവിശേഷമാണ്. അപ്പൊ അതുകൊണ്ട് ഈ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളിങ്ങനെ ദൈവത്തിൽ വിശ്വസിക്കാൻ പറയാം. എന്താണ് വിശ്വാസം? നീ കുറെ പ്രാർത്ഥനകളില്ല, കുറെ ആത്മീയ കർമ്മങ്ങൾ ചെയ്യുക, നിന്നെ കൊണ്ട് കുറെ പരിപാടികൾ ചെയ്യിപ്പിക്കുന്നതാണിത്. ഇത്രയും പരിപാടിയൊന്നും ചെയ്യണ്ട. ക്രൈസ്തവ ജീവിതം എത്ര സിമ്പിളാണ്. നമ്മളിങ്ങനെ കഷ്ടപ്പെടുകയാണ്. അപ്പം നമ്മൾ അടിസ്ഥാനപരമായ 2 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒന്നെന്താണ്? നമ്മൾ ഈ വചനം പഠിക്കണം, അങ്ങനെ നമ്മൾ ദൈവത്തെ അറിയാം. 2, ദൈവത്വത്തിൽ എത്തിച്ചേരാൻ വേണ്ടി നമ്മുടെ എല്ലാ അധ്വാനങ്ങളും പ്രയത്നങ്ങളും സ്നേഹത്തിൻ്റെ പൂർണ്ണത, സ്നേഹത്തിൽ ചെയ്യുക. 3-ാമത്തെ ഒരു ഘടകം കൂടി പറയും, യേശുവിനെ നമ്മൾ പ്രഘോഷിക്കുക. ക്രൈസ്തവ ജീവിതത്തിന്റെ അടിസ്ഥാനം പരിശുദ്ധ അമ്മ നമ്മൾ കാണിക്കുക. പരിശുദ്ധ അമ്മയാണ് ആദ്യത്തെ ക്രിസ്ത്യാനി. പരിശുദ്ധ അമ്മയുടെ സ്വഭാവം എന്താണ്? ഷി വാസ് ക്രിസ്റ്റോസെൻട്രിക് പേഴ്സൺ ആൻഡ് എ ക്രിസ്റ്റോഫോറിക് പേഴ്സൺ. ക്രിസ്തു കേന്ദ്രീകൃതമായ, വചന അടിസ്ഥിതമായ ഒരു ജീവിതം നയിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ ഈ വചനം അനുസരിച്ച് ജീവിക്കാൻ വിളിക്കപ്പെടും. ഈ വചനത്തിൽ പറയുന്നതെല്ലാം ലോകത്തിന്റെ കാഴ്ചപ്പാടിന്റെ ഘടക വിപരീതമാണ്. 31:28 മുതൽ നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെറ്റുപെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴ്പ്പെടുത്തുക എന്ന് പറയുന്ന വചനം തൊട്ട് നിങ്ങൾ അവസാനത്തെ പറഞ്ഞ വചനം, ലോകത്തിന്റെ എല്ലാ അതിർത്തികളും പോയി നിങ്ങൾ ഈ സുവിശേഷം പ്രഘോഷിക്കണം. ഇതാണ് 2 വചനം. ഇതിൻ്റെ ഉള്ളിലാണ് എല്ലാ വചനങ്ങളും. അപ്പൊ ഈ വചനങ്ങളെല്ലാം ലോകത്തിനെ സംബന്ധിച്ച് ഭൂലോക മണ്ടത്തരങ്ങളാണ്. അപ്പം ഇന്ന് ഈ സുവിശേഷം പ്രസംഗിക്കാനായിട്ട് ഒരു ധ്യാനമന്ദിരങ്ങളില്ല, ഒരു ധ്യാനഗുരുവില്ലേ. നിങ്ങൾ സന്താനപുഷ്ടിയെ പെറ്റുപെരുകൾ പറഞ്ഞ ഏത് ധ്യാനമന്ദിരമുണ്ട്? നിങ്ങൾ ലോകം മുഴുവൻ സുവിശേഷം പ്രസംഗിക്കണവർ? ഒരു ധ്യാനമന്ദിരം ഇല്ല. ഇതൊന്നും നമ്മൾ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നില്ല. നമ്മളിങ്ങനെ ഈ നഷ്ടപ്പെട്ട നമ്മുടെ കഴിവുകൊണ്ട് ലഭിക്കാത്ത കാര്യങ്ങൾ നേടാൻ വേണ്ടിയുള്ള കുറെ മന്ത്രങ്ങളും കുറെ പ്രാർത്ഥനയായിട്ട് നടക്കുക.
അപ്പൊ ഇങ്ങനെ ഒരു സുവിശേഷം നമ്മൾ പറയുമ്പോൾ ഒന്നാമത്തെ വചനം എന്താ പറയുക? നിങ്ങൾ സന്താനപുഷ്ടികളെ പെറ്റ് പെരുകി ഭൂമിയിൽ നിറഞ്ഞ് ജീവിക്കണം എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവൾക്ക് ഈ പറഞ്ഞ ലോകത്തിന്റെ ഈ കാര്യങ്ങളൊന്നും നേടാൻ പറ്റത്തില്ല. അവളുടെ വിദ്യാഭ്യാസം അവൾ കുറേ 10, 18, 20, 24 വർഷങ്ങൾ വരെ പഠിക്കുന്നു. ഇങ്ങനെ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് പ്രസവിക്കുക, കുഞ്ഞുങ്ങൾ ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ലോകം നമ്മൾ പറയും, നീ സ്ത്രീ വിരുദ്ധനാണ്, നീ ഈ ലോകത്തിന് സയൻസിന് വിരുദ്ധനാണ്, നീ ലോകത്തിന്റെ അഭിവൃദ്ധിക്ക് വിരുദ്ധനാണ്. കാരണം എല്ലാവരും പണിയെടുക്കണം, ലോകത്തിന് വേണ്ടി പണിയെടുക്കണം. ഇങ്ങനെ പണിയെടുക്കുമ്പോഴാണ് ലോകം അഭിവൃദ്ധി പ്രാപിക്കുന്നത്. അപ്പൊ നമ്മൾ 31:28 പ്രഘോഷിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിന്നെ ചാപ്പ കുത്തും, നിന്നെ അവര് സ്ത്രീ വിരുദ്ധനെടുക്കണം. നീ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന്, സ്ത്രീകളുടെ പ്രൊഡക്ടിവിറ്റിക്ക്, സ്ത്രീകളുടെ എന്താ പറയാ ഉന്നമനത്തിന് വിരുദ്ധനായിരിക്കുന്ന ഒരു പഴഞ്ചനാണ് എന്ന് നമ്മളെ മുദ്ര വയ്ക്കും. അപ്പൊ അതുകൊണ്ട് ആര് മുദ്ര വയ്ക്കും? ലോകമല്ല മുദ്ര വയ്ക്കുന്നത്. നമ്മൾ സുവിശേഷം പറയാൻ നമ്മുടെ കൊച്ചുങ്ങള്, നമ്മുടെ പെൺകുട്ടികൾ നമ്മൾ പറയാം ഇതൊക്കെ പൊട്ടത്തരമാണെന്ന്. അതാണ് ലോകം വരെ കിടക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഈ നമ്മുടെ കുഞ്ഞുങ്ങളോട്, നമ്മുടെ സ്ത്രീകളോട്, നമ്മുടെ അമ്മമാരോട് ഈ സുവിശേഷം പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും അച്ഛന് ഭ്രാന്താണ്, അയാൾക്ക് ഭ്രാന്താന്ന്. അങ്ങനെ നമ്മൾ ഭ്രാന്തന്മാരും പൊട്ടന്മാരും ആകാൻ നമ്മുടെ സുവിശേഷ പ്രഘോഷകർക്ക് താല്പര്യമില്ല. നമ്മളിങ്ങനെ പ്രശസ്തരായിട്ട് ഈ ലോകത്തിൽ ആൾക്കാരെ കയ്യടി കിട്ടണം, ഇല്ല, നമുക്ക് കുറെ ലൈക്കുകൾ കിട്ടണം, നമുക്ക് കുറെ സബ്സ്ക്രിപ്ഷൻ കിട്ടണം. ഈ ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്താണ് നമ്മൾ ഈ തകർന്നുകൊണ്ടിരിക്കണം. അതുകൊണ്ട് ഈ സുവിശേഷം എന്ന് പറയുന്നത് ഈ പഴം പറിക്കാൻ പോകുന്ന ആദത്തിന്റെ ഔവയുടെ മക്കളായിട്ട് ജീവിക്കേണ്ടവരല്ല. നമ്മൾ പഴം പറിച്ചതല്ല നമ്മൾ സമ്പാദിക്കുന്നത്, നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് വഴി, ത്യാഗമാകുന്നത് വഴി, ഗോതമ്പ് മണി നിലത്ത് വീണഴുകുന്നത് വഴിയാണ് ഫലമുണ്ടാകുന്നത്. അപ്പൊ ഈ ഒരു സുവിശേഷം ഇന്ന് ലോകത്തിന് സ്വീകാര്യമല്ല. നീ അവസാനത്തെ സുവിശേഷം എന്ന് പറയുന്നത്, നീ ലോകം മുഴുവൻ പോയി സകല മനുഷ്യരുടെ സുവിശേഷം പറയും. അതെന്താണ്? നിങ്ങളിങ്ങനെ യേശു ക്രിസ്തുവിനെ മാത്രം വിശ്വസിച്ചാലേ രക്ഷപ്പെടുകയുള്ളൂ. ഇതൊരു റിലീജിയസ് ഫെനാറ്റിസമാണ്, അല്ലേ? ഇതൊരു തീവ്രവാദമാണ്. അപ്പൊ അങ്ങനെ നമ്മൾ തീവ്രവാദിയായിട്ട് കുത്തുള്ളൂ. കാരണം നിങ്ങൾ എല്ലാ മനുഷ്യരെയും സുവിശേഷം അറിയിച്ച് മാമോദീസ മുക്കളില്ലേ? കർത്താവിന്റെ കൽപ്പനയാണ്, നിങ്ങൾ ലോകമെങ്ങുമേ സകല സൃഷ്ടികളും സുവിശേഷം പ്രസംഗിച്ച് എന്നിൽ വിശ്വസിക്കുന്നവരെ പിതാവിന്റെ പുത്രനും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ മാമോദീസ മുക്കണം. അങ്ങനെ മാമോദീസ സ്വീകരിച്ച് അവരെ ദൈവ ജീവനിൽ കൊണ്ടുവരണം. ഇത് പറയുമ്പോൾ ഇത് നമ്മൾ പ്രഘോഷിക്കാൻ ഇറങ്ങുമ്പോൾ എന്താ സംഭവിക്കുക? നീ ഒരു ഫെനാറ്റിക്കാണ്, ഇല്ല, നീ ഒരു തീവ്രവാദിയാണ്, നീ മത തീവ്രവാദിയാണ് നമ്മൾ മുദ്ര കുത്തും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വേണ്ട, നമ്മളിങ്ങനെ ആരോടും സുവിശേഷം എന്ന് പറയണ്ട, നമുക്കിങ്ങനെ കുറെ കാരുണ്യ പ്രവൃത്തി. എന്ത് കാരുണ്യ പ്രവൃത്തി? ക്രിസ്തുവിനെ പ്രഘോഷിക്കാതെയുള്ള എല്ലാ കാരുണ്യ പ്രവൃത്തിയും വേസ്റ്റാണ്. അല്ലെങ്കിൽ നമ്മളുടെ കാരുണ്യ പ്രവർത്തികളുടെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? കരുണ എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്. ആത്യന്തികമായ സ്നേഹം എന്ന് പറയുന്നത് എന്താണ്? അവരന്റെ ആത്മരക്ഷയാണ് ഏറ്റവും വലിയ സ്നേഹം എന്ന് പറയുന്നത്, സ്നേഹത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. ഇതിനേക്കാൾ വലിയൊരു സ്നേഹപ്രവർത്തിയില്ല. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ കർത്താവ് കുരിശിൽ മരിച്ചത്. അത് നമുക്ക് വീടുണ്ടാകാനും രോഗം മാറാനും കഞ്ഞി കുടിക്കാൻ വേണ്ടിയല്ല യേശു ക്രിസ്തു കുരിശിൽ മരിച്ചത്. അവൻ നമ്മുടെ പാപത്തിന്റെ വിഷം, ആ പാപത്തിൽ ഏൽക്കപ്പെട്ട ആഘാതം, അല്ലെങ്കിൽ പാപത്തിന്റെ ഫലമായി ഉണ്ടായ ആത്മാവിന്റെ മരണത്തിനുള്ള ഒറ്റ മൂലിയാണ് അവന്റെ ശരീരവും രക്തം. എന്നാണ് പരിശുദ്ധ കുർബാന. ഈ ശരീരവും രക്തങ്ങൾ വാങ്ങിക്കഴിക്കണം. ഇത് വാങ്ങിക്കഴിക്കാതെ നമുക്ക് ജീവനില്ല. അപ്പൊ ഇതിനു വേണ്ടിയിട്ടാണ് അവൻ കുരിശിൽ മരിച്ചത്. അല്ലാതെ അവനിവിടെ വന്നിട്ട് കുറെ കാരുണ്യപ്രവർത്തി, ചാരിറ്റി പ്രവർത്തിക്കാൻ വേണ്ടി വന്നതല്ല. അപ്പോൾ ചാരിറ്റി ഈസ് ഗുഡ് ആസ് ലോങ് ആസ് ഇറ്റ് ലീഡ്സ് ടു സാൽവേഷൻ ഓഫ് സോൾസ്. ഒരു വ്യക്തിക്ക് നമ്മൾ കരുണ കാണിക്കുമ്പോൾ അവൻ്റെ ആത്മാവിൻ്റെ രക്ഷയെ പ്രതി മാത്രമാണത് കാണിക്കുക. ഇന്ന് നമ്മുടെ കാരുണ്യപ്രവർത്തികൾ ആത്മരക്ഷയ്ക്കല്ല. ഇന്ന് കാരുണ്യപ്രവർത്തികളൊക്കെ ഒരു ബിസിനസ്സായി മാറി. നമ്മൾ കാരുണ്യപ്രവർത്തിയുടെ പേര് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഓടുകയാണ്. ഏത് പരിപാടി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് 4 കാശ് കിട്ടും, അല്ലേ? നമ്മുടെ എല്ലാ സംവിധാനങ്ങളും വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടാണല്ലോ. അതുകൊണ്ട് നമ്മളിങ്ങനെ ആലോചിക്കുക, ഇപ്പം ലേറ്റസ്റ്റ് എന്താ തുടങ്ങേണ്ടതെന്ന് നമ്മൾ ആലോചിക്കണം. അപ്പം ഏത് പരിപാടി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് 4 കാശ് ഉണ്ടാക്കാമെന്നുള്ളതാണ്. എന്നിട്ട് അതിന് നമ്മൾ കാരുണ്യ പ്രവൃത്തി എന്ന് പറയും. ഇതെല്ലാം സ്വർഗത്തിൽ നമ്മൾ വലിയ ഉത്തരം കൊടുക്കേണ്ടി വരും. ഇങ്ങനെ നമ്മൾ ക്രിസ്ത്യാനി എന്ന് പറയുന്ന സഭ എന്ന് പറയുന്നത് നമ്മൾ ഇത്തരം ഫൂളിഷ്നെസ് ചെയ്തിട്ട് ഒരു സമൂഹം, ഒരു തലമുറ നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവര് ദൈവത്തിൽ, ദൈവവിശ്വാസത്തിൽ നിത്യമായ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ ഉണരണം, പരിശുദ്ധാത്മാഭിഷേകത്തിൽ നിറയണം. അതുകൊണ്ട് ഈ സുവിശേഷം നമ്മൾ പ്രഘോഷിക്കണം. ഈ സുവിശേഷം വിശ്വസിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ ഈ ലോകത്തിലൊരു മണ്ടനാകേണ്ടി വരും. അത് സത്യമാണ്. നമ്മൾ വിവരമില്ലാത്തവരും നമ്മൾ ലോകം വിളിക്കും, നീ സ്ത്രീകൾക്ക് വിരുദ്ധനാണ്, നീ മറ്റു മതങ്ങൾക്ക് വിരുദ്ധനാണ്. ഇങ്ങനെ ഉണ്ടാവും. ഇങ്ങനെ വിരുദ്ധനാന്ന് പറഞ്ഞ ഒരുവനാണ് നിന്റെ ഗുരുവും കർത്താവുമായ എന്ന് വെച്ച് ഇങ്ങനെ പേടിപ്പിച്ചപ്പോൾ, ഈ സത്യത്തെ പേടിപ്പിച്ചവൻ പേടിച്ചു കത്തുപോയോ?
ഈ ശിഷ്യന്മാർ പേടിച്ചകത്ത് പോയത് നമുക്ക് ഭയമാണ്. നമ്മളെ പേടിപ്പിച്ച് കഴിയുമ്പോൾ നമ്മൾ മിണ്ടാണ്ടിരിക്കും അല്ലേ? ഇന്ന് സഭയൊക്കെ, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഇന്ന് നമ്മൾ പറയാം, നമ്മളിങ്ങനെ വേറെ കാര്യങ്ങളൊന്നും പ്രഘോഷിക്കണ്ട, നമ്മൾ കുറച്ച് ഭൂമിശാസ്ത്രവും എന്താ പറയുക സോഷ്യൽ സ്റ്റഡീസും മാത്തമാറ്റിക്സും പഠിപ്പിക്കാം, ഇതാണ് സ്കൂള്. നോ, അതിനല്ല ഈ സംവിധാനങ്ങൾ. ക്രിസ്തുവിനെ പ്രഘോഷിക്കണം. ക്രിസ്തുവിനെ പ്രഘോഷിച്ചാൽ എന്ത് കിട്ടും? അവർ നമ്മുടെ മെക്കെട്ട് കയറിക്കോട്ടെ, കുഴപ്പമില്ല. അത് കയറാനുള്ള, അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ വിളി. ഈ വിളി നമ്മൾ അവന് വേണ്ടി മരിക്കുക, അവനിലായിത്തീരുക എന്ന് പറയുക, നമ്മൾ മരിക്കാൻ തയ്യാറാവണം, അല്ലാതെ നമ്മൾ അവനിലെത്തത്തില്ല. അപ്പോൾ ഈ നിത്യതയിലേക്ക് എത്താനുള്ള വഴിയാണ് നമ്മളെ സൂചിപ്പിച്ചത് മരണം എന്നത്. നമ്മൾ പേടിക്കേണ്ട കാര്യം, കാരണം നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ദൈവത്തെ പ്രാപിക്കുക, നിത്യത പ്രാപിക്കുക. അപ്പോൾ മരണം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷപ്രദമായ ഒരു കാര്യമാണ്, അതിനെ ഭയപ്പെടേണ്ട കാര്യമില്ല. പക്ഷെ ഇന്ന് നമുക്ക് ഭയമാണ്. കാരണം എന്താ? നമ്മൾ നിത്യത ലക്ഷ്യം വെച്ച് ജീവിക്കുന്നവരല്ല, നമ്മൾ ഈ ലോകത്തിൽ നിന്നുണ്ടാകുക. അങ്ങനെ ലോകത്തിന് വേണ്ടി ജീവിക്കുന്നത് നമുക്ക് ആരെങ്കിലും പേടിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഭയപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഈ സുവിശേഷത്തിന് സാക്ഷ്യം നൽകാൻ നമ്മൾ തയ്യാറാണ്. അങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലോകത്തിലൊരു മണ്ടനാകേണ്ടി വരും, നമ്മൾ സ്ത്രീ വിരുദ്ധരാകേണ്ടി വരും, നമ്മൾ മറ്റ് മതങ്ങൾക്ക് എതിരായിട്ടുള്ള വ്യക്തികളായിട്ട് മുദ്ര കുത്തപ്പെടും. അത് സാരമില്ല. അതാണ് നമ്മുടെ സുവിശേഷം, അതാണ് സത്യം. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുകയാണ്, കൂടുതൽ പ്രസവിക്കുന്നത് വഴി, കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന വഴി സ്ത്രീകളുടെ ജീവിതം നശിക്കുകയാണ്, അല്ലെങ്കിൽ അവർക്ക് സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുകയാണ്, അവരുടെ നേട്ടങ്ങൾ അല്ലെ, ഈ ലോകത്തിൽ അവർക്ക് ഉണ്ടാകുന്ന സമ്പാദിക്കുന്ന നേട്ടങ്ങളൊക്കെ നിഷേധിക്കപ്പെട്ട് അവരിങ്ങനെ അടിമകളാക്കി മാറ്റുകയാണ്. ഇത് നീ സ്ത്രീ വിരുദ്ധതയാണ് പറയുന്നത് എന്നൊക്കെ നമ്മളെ പേടിപ്പിക്കും. പിന്നെ അടുത്തൊരു സാധനം, രാഷ്ട്രത്തിൻ്റെ പുരോഗതി അല്ലെങ്കിൽ സാമ്പത്തിക വളർച്ചയ്ക്ക് നിങ്ങളിങ്ങനെ സ്ത്രീകളെ പ്രസവിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സാമ്പത്തിക വളർച്ചയ്ക്കൊക്കെ വിരുദ്ധമായിട്ട് നിൽക്കുക എന്നൊക്കെ നമ്മളിങ്ങനെ പേടിപ്പിക്കുക. ഒരു കാര്യം സത്യമാണ്, ഇന്ന് ഭാരതം അല്ലേ, ഇന്ത്യ ലോകത്തിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് വളരുന്ന, സാമ്പത്തികമായി വളരുന്ന രാജ്യം. നമ്മളിന്ന് GDP-യിൽ 3-ാമത്തെ പൊസിഷനിലെത്തി. നമ്മുടെ മുമ്പിൽ അമേരിക്കയും ചൈനയും ഉള്ളൂ, ജപ്പാൻ നമ്മുടെ താഴെ എത്തുകയാണ്. എന്താണ് ഈ ഭാരതം ഈ രീതിയിൽ വളരുന്നതിന് കാരണം? ഒറ്റ കാരണമേ ഉള്ളൂ, ഹ്യൂമൻ റിസോഴ്സ്. കുഞ്ഞുങ്ങളുണ്ട്, 150 കോടി ജനം. ഇതാണ് ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയുടെ, വളർച്ചയുടെ എല്ലാം അടിസ്ഥാനം. എന്നാൽ ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ കഷ്ടപ്പെടുകയാണ്. അമേരിക്ക, കാനഡ, ജർമ്മനി, ഇവരെല്ലാം നമ്മളെ വിളിക്കണേ എന്തിനാ? നമ്മളുള്ള സ്നേഹം കൊണ്ടാണ്? ഇല്ല, നമ്മളെയൊക്കെ അവർക്ക് പുച്ഛമാണ്, ഗതികേട് കൊണ്ട് വിളിക്കുന്നതാണ്, പണിയെടുക്കാൻ വിളിക്കുകയാണ്. അവർക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളവിടെ ചെല്ലണം. അതുകൊണ്ട് നമ്മൾക്ക് ഇങ്ങനെ ഇപ്പോഴും പഴം കാട്ടി 4 കാശ് കിട്ടി, പൗണ്ട് കിട്ടി, യൂറോ കിട്ടി, ഡോളർ കിട്ടുമ്പോൾ നമ്മൾ വളരെ സന്തോഷമാണ്. എന്നിട്ട് എന്ത് ചെയ്യാൻ പോവാണ്? അവരെ പോലെ അവിടെ ചെന്ന് നമ്മൾ ജീവിച്ച് നശിക്കാൻ പോവുകയാണ്. അപ്പം അതുകൊണ്ട് ഇന്ന് ഈ രാജ്യങ്ങളെല്ലാം നിലനിൽക്കുന്നത് ഇന്ത്യക്കാരെ കൊണ്ടും ചൈനക്കാരെ കൊണ്ടും. എന്തുകൊണ്ടാണ്? അത് ദൈവത്തിൻ്റെ വചനമാണ്. ഈ വചനമനുസരിച്ച് ജീവിച്ചാൽ മാത്രമേ നിലനിൽപ്പുള്ളൂ. ഇന്ന് രാജ്യങ്ങളുടെ അവരുടെ അസ്തിത്വം തകർന്നുകൊണ്ടിരിക്കുകയാണ്, കുടുംബങ്ങളുടെ അസ്തിത്വം തകർന്നുകൊണ്ടിരിക്കുക, മനുഷ്യന്റെ അസ്തിത്വം തകർന്നുകൊണ്ടിരിക്കുക. കാരണം എന്താ വെച്ചാൽ അവൻ ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്ന് മാറി സ്വന്തം പദ്ധതി അനുസരിച്ച്, സാത്താൻ്റെ പദ്ധതി അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഈ ഒരു സുവിശേഷം പ്രസംഗിക്കാൻ നമ്മൾ തയ്യാറാണ്. ഇങ്ങനൊരു ജീവിത രീതിയിലേക്ക് നമ്മൾ വരാൻ തയ്യാറാണ്. അപ്പൊ അങ്ങനെ നമ്മൾ പരിത്യാഗത്തിൻ്റെ, ശൂന്യവൽക്കരണത്തിൻ്റെ, ആത്മബലിയുടെ ഒരു ജീവിതം നയിക്കുമ്പോൾ നമ്മൾ ക്രിസ്തുവിലായിത്തീരും. ഇതാണ് സ്നേഹത്തിൻ്റെ വഴിയെന്ന്. അതുകൊണ്ട് ദൈവം സ്നേഹമാണ്. ആ ദൈവത്തിൽ എത്താനുള്ള വഴി നമ്മൾ സ്നേഹമായി മാറുക. സ്നേഹമായി മാറുന്നതിന് ഘടക വിപരീതമാണ് ഇന്ന് നമ്മളോട് പറയുന്നത്, നീ എന്തെല്ലാം നേടിയെടുക്കുക അല്ലേ? നീ എത്രത്തോളം നേടിയെടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു നക്കാപ്പിച്ച ദശാംശമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അംശമൊക്കെ എല്ലാവർക്കൊക്കെ കൊടുത്ത് നീ നാളെ മരിച്ചു കഴിയുമ്പോൾ സ്വർഗത്തിൽ പോകുന്ന, നീ സ്വർഗത്തിൽ പോവില്ല. നമുക്കുള്ളത് മുഴുവനും കൊടുക്കാൻ വിളിക്കപ്പെട്ടവനാണ്. നിന്റെ രക്ഷയ്ക്ക് വേണ്ടി യേശുക്രിസ്തു 100 ml രക്തമല്ല ചിന്തിയത്, അവന് 2 കിലോ അവൻ്റെ ശരീരത്തിന് മാംസമല്ല നൽകിയത്, അവനുള്ളത് മുഴുവനും നൽകി. ടോട്ടൽ കംപ്ലീറ്റ് ഗിവിങ്. ഇതാണ് സ്നേഹത്തിൻ്റെ സ്വഭാവം. അത് മുഴുവനായി നൽകാൻ സാധിക്കണം. ഇങ്ങനെ നൽകുവാനുള്ള സ്വാതന്ത്ര്യം, ഹേ ക്രിസ്ത്യാനി, എന്നെ ശ്രമിക്കുന്ന മനുഷ്യൻ, നിനക്കുണ്ടോ? നിനക്കുള്ളത് അപരൻ്റെ ആവശ്യത്തിൻ്റെ മുൻപിൽ അല്ലെങ്കിൽ അത്യാവശ്യത്തിന് മുമ്പിൽ പരിപൂർണമായി നൽകുവാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാത്തവനാണ് നീ. കാരണം നിനക്ക് ഭയമാണ്. ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയാൽ ഞാൻ നാളെ എങ്ങനെ ജീവിക്കും? എൻ്റെ കുഞ്ഞുങ്ങളെങ്ങനെ ജീവിക്കും? അല്ലേ? 2 ഇങ്ങനെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം. 2
ഇതെല്ലാം കൂടി ഞാനുണ്ടാക്കിയതെല്ലാം കൂടി ഇവന് കൊടുക്കണം എന്തിനാണ്? അങ്ങനെ കൊടുക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. ദാറ്റ് മീൻസ് യു ഡോണ്ട് ഹാവ് ദ ലവ് ഓഫ് ക്രൈസ്റ്റ് ഇൻ യു. ദൈവത്തിന്റെ സ്നേഹം നിന്നിലില്ല. കാരണം നീ സ്വാർത്ഥനാണ്. നിനക്കുള്ളത് മറ്റുള്ളവരുടെ പങ്കുവെക്കാൻ നിനക്ക് പറ്റത്തില്ല. അപ്പൊ ഇതിന്റെ അവസ്ഥയാണ് പാപ അവസ്ഥ. ഈ അവസ്ഥയിൽ നിന്ന് മോചനം നേടിയാലാണ് നമുക്ക് നിത്യരക്ഷയുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ സുവിശേഷത്തിൽ നമ്മൾ തന്നെ ഒരുക്കാം. നമ്മൾ പ്രാർത്ഥിക്കണം, യേശു ക്രിസ്തുവായി ഐക്യപ്പെടണം, യേശുവിലായിത്തീരുക. അപ്പൊ ഇന്ന് ലോകം പറയുന്ന പോലെ പ്രൊഡക്ടിവിറ്റി, എഫിഷ്യൻസിന്റെ പുറകെ നടക്കരുത്. നമ്മൾ ഈ യേശുവിനെ ലക്ഷ്യമാക്കി വിശുദ്ധിയാണ്, സ്നേഹപൂർണതയാണ്. അതിലേക്കുള്ള വഴി പരിത്യാഗവും ശൂന്യവൽക്കരണവും ആത്മബലി, ആത്മദാനം നമുക്കുള്ളത് നൽകിയാണ് നമ്മൾ അതിലേക്ക് എത്തുന്നത്. നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ക്രിസ്തുവിൻ്റെ അടുത്ത് നമുക്ക് എത്താൻ പറ്റുള്ളൂ. അതിനുള്ള കൃപയും സമാധാനവും കരുണയും സമൃദ്ധമായി നിങ്ങൾക്ക് തരട്ടെ. അതിനുള്ള ജ്ഞാനം ദൈവം നിങ്ങൾക്ക് തരട്ടെ. സുവിശേഷത്തിൻ്റെ ഭോഷത്വം എന്നാണ് പൗലോസ്. അതിനെക്കുറിച്ച് നമ്മൾ അടുത്ത ക്ലാസ്സിൽ മനസ്സിലാകും, അല്ലേ? പൗലോസ് പറയുന്നത് സുവിശേഷത്തിൻ്റെ ഭോഷത്വം. ഈ ഭോഷത്വത്തിൽ നമ്മൾ വിശ്വസിക്കാൻ ഈ ഭോഷന്മാരാകാൻ തയ്യാറാകണം. ഇത് നമുക്ക് താല്പര്യം പറ്റാത്തതാണ് നമ്മളെ അപജയത്തിൻ്റെ, നമ്മുടെ തകർച്ചയുടെ കാരണം. അപ്പോൾ അത് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.